ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ചോറിന് പറ്റിയ ഒരു കറി മാത്രമല്ല, ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ സ്നാക്ക് ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നുകൂടിയാണ് ചക്കക്കുരു മസാല ഫ്രൈ. അതിനായിട്ട് നമ്മൾ ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ചക്കക്കുരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകല്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മളതിൽ വെള്ളത്തിൽ നിന്നും അത് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും കൂടെ നന്നായിട്ട് ചതച്ചത്, പിന്നെ ഒരു 2 നുള്ള് കായപ്പൊടി, ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ചക്കക്കുരുവിന് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയിൽ നമ്മളങ്ങ് വറുത്ത് കോരുന്നില്ല, എന്നാൽ കുറച്ച് എണ്ണ ആവശ്യമുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ തൊലിയോടുകൂടെ തന്നെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ചക്കക്കുരു ഇതിലേക്ക് ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പാത്രം ഒന്ന് മൊത്തത്തിലൊന്ന് കറക്കി കൊടുത്ത് ആ ഓയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യണം. കാരണം ചക്കക്കുരു നന്നായിട്ട് വെന്തതാണ്. അതൊന്ന് ക്രിസ്പി ആയാൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്